ദേവീ ശരണം അമ്മേ. അമ്മേ എന്നുടെ മാനസത്തിൽ സതതം വാഴുന്നു നീ സൗമ്യയായി. ചെമ്മേ എന്നുമെനിക്കു നീ തുണയതായി മേവുന്ന സർവേശ്വരി. മുമ്പേ നിന്നെ നമിച്ചു ഞാനെഴുതിയോരങ്കാനമത്യാദരം. തന്നേഹാശുഭമായി ലസിച്ചു ഭുവനേ എന്നാറ്റുകാൽ ഈശ്വരീ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. ഹരിശ്ചന്ദ്ര ചരിതമാണ് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അവലോകനം ചെയ്തു കൊണ്ടുവരുന്നത്. അതിൽ 21-ാമത്തെ അധ്യായം സപ്തമ സ്കന്ധം വരെയുള്ള ഭാഗങ്ങളാണ് അവലോകനം ചെയ്ത് നിർത്തിയത്. ഗുരുവായ വിശ്വാമിത്രന് കൊടുക്കാം എന്ന് പറഞ്ഞ ധനം കൊടുക്കാൻ വകയില്ലാതെ കണ്ട് കഷ്ടപ്പെടുന്ന തൻ്റെ ഭർത്താവിനോട് തന്നെ ആർക്കെങ്കിലും വിറ്റ് കിട്ടുന്ന ധനം കൊണ്ട് ആ ഗുരുവിൻ്റെ ദക്ഷിണ കൊടുത്ത് ആ വാക്കിനെ സത്യമാക്കാൻ ഉപദേശിക്കുന്ന ഭാര്യയുടെ ആ ഭാഗങ്ങളെയാണ് കഴിഞ്ഞ അധ്യായത്തിൽ നാം പറഞ്ഞു നിർത്തിയത്. തുടർന്നുകൊണ്ട് വ്യാസൻ 22-ാമത്തെ അധ്യായം പറയുകയാണ്. സതയാ നോദ്ധ്യമാനസ്തു രാജാ പത്ന്യാ പുനഃ പുനഃ പ്രാഹ ഭദ്രേ കരോമ്യേഷാ വിക്രയം തേ സുനിർഘൃണ. ഇങ്ങനെ തൻ്റെ പത്നി വീണ്ടും വീണ്ടും പ്രേരിപ്പിച്ചപ്പോൾ രാജാവ് ഹരിശ്ചന്ദ്രൻ പറഞ്ഞു, തീരെ ദയില്ലാത്തവനെ പോലെ നിന്നെ ഞാൻ വിറ്റേക്കാം. ഇത്രയും ക്രൂരമായിട്ടുള്ള വാക്ക് നീ എന്നോട് പറഞ്ഞ കാരണം കൊണ്ട് നീചന്മാർക്ക് പോലും ചെയ്യാനാവാത്ത പ്രവൃത്തി ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് ദുഃഖിതനായിട്ടുള്ള അദ്ദേഹം നഗരത്തിലേക്ക് ചെന്നു. ഭാര്യയെ തൻ്റെ മുമ്പിൽ നിർത്തി കണ്ണീരൊഴുക്കിക്കൊണ്ട് ഗദ്ഗദകണ്ഠനായിട്ട് നഗരമധ്യത്തിൽ എല്ലാ നഗരവാസികളും കേൾക്കെ പറയാൻ തുടങ്ങി, ഹേ നഗരവാസികളെ, എല്ലാവരും ശ്രദ്ധയോടുകൂടി കേൾക്കണം. എൻ്റെ പത്നിയായി ഇവളെ ആർക്കെങ്കിലും ദാസ്യവേലയ്ക്ക് വേണമെങ്കിൽ ഞാൻ പറയുന്ന വിലയ്ക്ക് വാങ്ങാൻ ഒരുക്കമുള്ളവർ വേഗം വരാം എന്ന് അവിടെ വെച്ച് തൻ്റെ പത്നിയെ വിൽക്കാനായിക്കൊണ്ടുള്ള ആ പ്രചരണം ചെയ്തു. കേട്ടുകൊണ്ട് നിന്ന ചില വിദ്വാൻമാർ ചോദിച്ചു, പത്നിയെ വിൽക്കാൻ വന്ന നീ ആരാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആരാണ് എന്ന് നിങ്ങൾ എന്തിനാ ചോദിക്കുന്നത്? ഞാൻ മനുഷ്യത്വമില്ലാത്ത ഒരു ക്രൂരനാണ്, അല്ലെങ്കിൽ നിർദ്ധയനായ ഒരു രാക്ഷസനാവാം. അതുകൊണ്ടാണല്ലോ ഈ പാപകർമ്മം ചെയ്യാൻ ഒരുമ്പെട്ടിവിടെ വന്നിരിക്കുന്നത്. ആ ശബ്ദം കേട്ടിട്ട് ബ്രാഹ്മണ വേഷം ധരിച്ചതായിട്ടുള്ള കൗശികൻ എന്ന് പറഞ്ഞ വിശ്വാമിത്രൻ ഉടനെ ഒരു വൃദ്ധൻ്റെ വേഷത്തിൽ വന്ന ഹരിശ്ചന്ദ്രനോട് പറഞ്ഞു, ദാസിയെ എനിക്ക് തന്നേക്കൂ, താങ്കൾ ആവശ്യപ്പെടുന്ന ധനം തന്ന് ഞാൻ വാങ്ങിക്കൊള്ളാമെന്ന്. കാരണം വിശ്വാമിത്രൻ പരീക്ഷിക്കാനാണല്ലോ ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയും അദ്ദേഹം എത്തിയെന്ന് പറയുക, എങ്ങനെയെങ്കിലും ഹരിശ്ചന്ദ്രനെ എൻ്റെ വായു കൊണ്ട് അസത്യം ചെയ്യിക്കുക. അങ്ങനെ താൻ വസിഷ്ഠനുമായി ചെയ്തതായിട്ടുള്ള ഒരു വാഗ്വാദത്തിൽ താൻ ജയിക്കുക. അതാണല്ലോ വിശ്വാമിത്രൻ്റെ ഉദ്ദേശവും, അതാണല്ലോ ചെയ്യാൻ ഇത്രയും അധികം കഷ്ടങ്ങൾ ഹരിശ്ചന്ദ്രന് കൊടുത്തതും.
പറഞ്ഞു, എനിക്ക് നല്ല സമ്പത്തുണ്ട്, എൻ്റെ പ്രിയപത്നി സുന്ദരിയാണ്, പക്ഷേ വീട്ടുകാരെ നോക്കാനൊന്നും അവൾക്ക് സമയമില്ല, അതുകൊണ്ട് ഒരു ദാസിയെ എനിക്ക് വേണം. ഈ ദാസിയായിട്ട് ഞാൻ ഇവളെ വാങ്ങിച്ചോളാം, എത്ര ധനം തരണം നിങ്ങൾക്ക് എന്ന് ആ വിപ്രരൂപത്തിൽ വന്നതായിട്ടുള്ള വിശ്വാമിത്രൻ ഹരിശ്ചന്ദ്രനോട് ചോദിച്ചു. ദുഃഖം ഏറെ മനസ്സിലുണ്ടായിരുന്നതായിട്ടുള്ള അദ്ദേഹം ഹരിശ്ചന്ദ്രൻ പറഞ്ഞു, ആദ്യം എന്താ പറയേണ്ടതെന്നറിയാതെ കുറച്ച് ഈ വാക്കുകളെല്ലാം കേട്ട് ദുഃഖഭാരം സഹിക്കാൻ വയ്യാതെ കണ്ട് ഇരുന്ന ഹരിശ്ചന്ദ്രൻ നോക്കി വീണ്ടും ഈ വിപ്രൻ പറയാണ്, അങ്ങയുടെ ഈ സ്ത്രീയുടെ കർമ്മത്തിനും വയസ്സിനും രൂപത്തിനും ശീലത്തിനും അനുസരിച്ചുള്ള ധനം വാങ്ങിക്കോളൂ, എന്നിട്ട് ഈ സ്ത്രീയെ എനിക്ക് തന്നേക്കൂ. ധർമ്മശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് ആണിൻ്റെയും പെണ്ണിൻ്റെയും വില 32 ലക്ഷണങ്ങളും ശീലഗുണങ്ങളും കഴിവുകളും ഉള്ള സ്ത്രീയുടെ വില 1 കോടി സ്വർണ്ണ നാണയവും പുരുഷൻ്റെ 10 കോടിയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ ഹരിശ്ചന്ദ്ര മഹാരാജാവ് താങ്ങാനാവാത്ത ദുഃഖം നിമിത്തം ഒന്നും പറഞ്ഞില്ല. രാജാവിൻ്റെ മുമ്പിലുണ്ടായിരുന്ന മരവുരിയിൽ ധനം വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പത്നിയുടെ മുടിക്കെട്ടിൽ പിടിച്ചു വിപ്രന്നാ പറയണത്. അപ്പോഴാണ് ഹരിശ്ചന്ദ്രൻ്റെ പത്നി രാജ്ഞി പറഞ്ഞത്, വിടണം എന്നെ, ഞാനിപ്പോൾ എൻ്റെ മകനെ ഒന്ന് കാണട്ടെ. ഹേ ബ്രാഹ്മണ, എനിക്ക് ഇനി ഇവനെ കാണാൻ പ്രയാസമായിരിക്കുമല്ലോ. മകനെ, ഇത്തരത്തിൽ ദാസിയായി പോകുന്ന അമ്മയെ ഒന്ന് നോക്ക്, എന്നെ തുടരുത്, നിനക്കിനി തൊടാൻ പാടില്ലാത്തവളാണ് ഞാൻ. എന്നൊക്കെ പറഞ്ഞു. തൻ്റെ മാതാവ് കഷ്ടത്തിൽപ്പെട്ടിരിക്കണു എന്ന് കണ്ടിട്ടുള്ള അവരുടെ ആ പുത്രൻ ബാലൻ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് കണ്ണീരൊഴുക്കിക്കൊണ്ട് പിന്നാലെ ചെന്നു. കൈകൊണ്ട് ആ ചേലത്തമ്പ് പിടിച്ചു വലിച്ചു. പിന്നിൽ ചെല്ലുന്ന ആ കൊച്ച് ബാലനെ ബ്രാഹ്മണൻ അപ്പോൾ കോപത്തോടെ തല്ലി. ആ ബ്രാഹ്മണൻ്റെ തല്ലുകൊണ്ടപ്പോഴും അമ്മയെന്ന് വിളിച്ചുകൊണ്ട് ആ കുട്ടി പാവമ്മ അമ്മയുടെ പിന്നിലെയാണ് പോയത്. അപ്പോൾ രാജ്ഞി പറഞ്ഞു ആ വിപ്രനോട്, എൻ്റെ ഈ കുഞ്ഞിനെ കൂടി വാങ്ങാൻ അങ്ങേക്ക് ദയവുണ്ടാകണം. എന്നെ അങ്ങ് വിലയ്ക്ക് വാങ്ങിയതാണ്, പക്ഷേ ഇവനെ കൂടാതെ എനിക്കൊന്നും ചെയ്യാനാവില്ല. അതുകൊണ്ട് ഭാഗ്യം കെട്ട എന്നോട് ഇങ്ങനെ ഒരു കാരുണ്യം കാണിക്കണം എന്ന് പ്രാർത്ഥിച്ചു. ഇത് കേട്ടതായിട്ടുള്ള ബ്രാഹ്മണ വേഷം അണിഞ്ഞ വിശ്വാമിത്രൻ രാജാവിനോട് പറഞ്ഞു, ഈ ധനം കൂടി എടുത്തോളൂ, എന്നിട്ട് ബാലനെയും വിട്ടു തന്നേക്കൂ എന്ന് പറഞ്ഞ് 32 ലക്ഷണം തികഞ്ഞ ശീലഗുണമുള്ളവളാണ് യോഗ്യതയായിട്ടുള്ളതുള്ള സ്ത്രീക്ക് കോടി നാണയമാണ് വില വെച്ചിട്ടുള്ളത്, പുരുഷന് 10 കോടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ബാലൻ്റെ വില രാജാവിൻ്റെ മുമ്പിലുണ്ടായിരുന്ന വസ്ത്രത്തിൽ ഇട്ടുകൊടുത്തു. പിന്നെ ആ ബാലനെ പിടിച്ച് അമ്മയോടുകൂടി കൂട്ടിക്കെട്ടി. അതിനുശേഷം ആ ബ്രാഹ്മണൻ അവളെയും കൂട്ടിക്കൊണ്ട് ആ കുട്ടിയെയും കൂട്ടിക്കൊണ്ട് സന്തുഷ്ടനായിട്ട് സ്വഗൃഹത്തിലേക്ക് പുറപ്പെട്ടു എന്ന് പറയാണ് ഹരിശ്ചന്ദ്രചരിതം. ഇനിയും തുടരും. ഇന്ന് സമയം കഴിഞ്ഞതുകൊണ്ട് ഇവിടെ തന്നെ നിർത്തി ബാക്കി ഭാഗങ്ങളെ നമുക്ക് നാളെ അവലോകനം ചെയ്യാം. ശ്രീ മഹാദേവ്യൈ നമഃ.